നടന്നു പോകുന്നതിനിടയിൽ ഇവന്റെ കാല് മടങ്ങിപ്പോകുന്നു. വേദന കാരണം അവൻ വീഴുന്നു. അവൻ എല്ലാവരെയും നിൽക്കാൻ പറഞ്ഞ് നിലവിളിക്കുന്നു. പക്ഷെ ആരും അത് കേൾക്കുന്നില്ല. കാരണം അവരെല്ലാവരും ഒരു നടത്ത മത്സരത്തിന്റെ ഭാഗമാണ്. അതിനിടയിൽ നടക്കാതിരിക്കുകയും 3 മുന്നറിയിപ്പ് കിട്ടിയിട്ടും എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്താൽ അവരെ വെടിവെച്ച് കൊല്ലും. വിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിന് ഫിനിഷിംഗ് ലൈൻ ഇല്ല. അവസാനം വരെ നടക്കുന്നവർ ആരാണോ അവർക്ക് വലിയൊരു എമൗണ്ട് പ്രൈസായി കിട്ടും. ആദ്യമൊന്നും ഈ ഗെയിം ഇത്രത്തോളം ഡേഞ്ചർ ആണെന്ന് ആരും വിചാരിച്ചില്ല. അതിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് മണി കൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പെട്ടെന്നൊരു പയ്യന് കാലിൽ കഠിനമായ വേദന അനുഭവപ്പെടുന്നു. 3 മുന്നറിയിപ്പ് കിട്ടിയിട്ടും അവന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവനെ വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ട് റേ പേടിച്ചെങ്കിലും പീറ്റർ അവനെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും അവർ ഒത്തിരി ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. ഭൂരിഭാഗം പേരും തളർന്നു പോകുന്നു. ചിലർ ഓടിപ്പോകാൻ ശ്രമിച്ചെങ്കിലും അവരെയും വെടിവെച്ച് കൊല്ലുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും 50 പേരിൽ നിന്ന് വിരലെണ്ണാൻ കഴിയുന്നവർ മാത്രം അവശേഷിക്കുന്നു. സിറ്റിയിലെത്തിയപ്പോൾ റേ തന്റെ അമ്മയെ കാണുന്നു. അവന് മുന്നോട്ട് നടക്കാനാവാതെ അമ്മയുടെ അടുത്തേക്ക് നടക്കുന്നു. പെട്ടെന്ന് പീറ്റർ അവിടേക്ക് വന്ന് അവനെ പിടിച്ചുകൊണ്ടു പോകുന്നു. കാരണം അങ്ങോട്ട് പോയാൽ മരണം ഉറപ്പാണ്. കുറെ കൂടി മുന്നോട്ട് പോയതും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആർത്തറിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങുന്നു. ഇത്രയും ദൂരം നടന്നതുകൊണ്ട് അവന് കുഞ്ഞിലെ മുതലുള്ള രോഗം വഷളായതാണ്. താൻ ഇനി അധിക നേരം ജീവനോടെ ഉണ്ടാവില്ലെന്ന് അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഓർമ്മയ്ക്കായി അവൻ തന്റെ മാലയൂരി റേക്ക് കൊടുക്കുന്നു. വിഷമത്തോടെ ആണെങ്കിലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി റേയും പീറ്ററും മുന്നോട്ട് നടക്കുന്നു. പട്ടാളക്കാർ ആർത്തറിനെ ഷൂട്ട് ചെയ്യുന്നു. ആ ഗെയിമിന്റെ അവസാനം 3 പേർ മാത്രം അവശേഷിക്കുന്നു. അതേസമയം മേജർ അവരെ കളിയാക്കുന്നത് പോലെ സംസാരിക്കുന്നു. അപ്പോഴും അവർ തളരാതെ മുന്നോട്ട് നടക്കുന്നു. അവസാനം അതിലെ മൂന്നാമനും ഗെയിമിൽ നിന്ന് പിൻവാങ്ങുന്നു. അങ്ങനെ ഗെയിമിൽ റേയും പീറ്ററും മാത്രം അവശേഷിക്കുന്നു. റേയോടുള്ള സ്നേഹം കാരണം പീറ്റർ മനഃപൂർവ്വം ഗെയിമിൽ തോൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ തക്ക സമയത്ത് അത് കണ്ട റേ അവനെയും വിളിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. പക്ഷെ റേയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്. അവൻ പീറ്റർ അറിയാതെ ഗെയിമിൽ നിന്ന് പിന്മാറുന്നു. അപ്പോഴേക്കും അവന്റെ 3 മുന്നറിയിപ്പുകളും അവസാനിച്ചിരുന്നത് കൊണ്ട് പട്ടാളക്കാർ അവനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ അവസാനം പീറ്റർ ആ ഗെയിമിൽ വിൻ ചെയ്യുന്നു. മേജർ അവനോട് നിന്റെ ഒരു ആഗ്രഹം ചോദിക്കാൻ പറയുന്നു. അവൻ മറ്റൊന്നും ആലോചിക്കാതെ പട്ടാളക്കാരന്റെ കയ്യിലിരിക്കുന്ന ഗൺ ചോദിക്കുന്നു. അവൻ തന്നെയൊന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിൽ മേജർ പീറ്ററിന് ഗൺ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ആ ഗണ്ണ് കയ്യിൽ കിട്ടിയതും പീറ്റർ ഇത് റേക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് മേജറിനെ ഷൂട്ട് ചെയ്യുന്നു.